ഇവിടെ സെൻറ്റർ ഓഫ് എക്സലൻസ് വിവിധ മേഖലയിൽ വേണം നമ്മൾ കണ്ടു. മൈക്രോബയോം, ന്യൂട്രാസ്യൂട്ടിക്കൽസ്, ഈ മേഖലകളിൽ ഓരോ സെൻറ്റർ ഓഫ് എക്സലൻസ് സ്ഥാപിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ് നാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ 3 സയൻസ് പാർക്കുകൾ 600 കോടി രൂപ നിക്ഷേപത്തിൽ സ്ഥാപിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഡിജിറ്റൽ സയൻസ് പാർക്കിന് പുറമെ സയൻസ് പാർക്കുകൾ കേരളത്തിൽ യാഥാർത്ഥ്യമാകുന്നു. ചുരുക്കത്തിൽ നമ്മുടെ കേരളം ആധുനിക വിജ്ഞാന ഉൽപ്പാദന കേന്ദ്രമായി മാറുകയാണ്. ആധുനിക വിജ്ഞാന ഉൽപ്പാദനത്തിൻ്റെ ഏറ്റവും വലിയ കേന്ദ്രം എന്ന നിലയിലേക്ക് കേരളം ഉയരുകയാണ്. നേരത്തെ മുതൽ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റിൽ നല്ല വളർച്ച നമുക്കുണ്ട്. ഇപ്പോൾ ഹാർഡ്വെയർ രംഗത്ത് സോളാർ പാനലിൽ, ലിഥിയം ബാറ്ററിയിൽ എല്ലാം ഉൽപ്പാദനം യാഥാർത്ഥ്യമാക്കാനുള്ള നീക്കങ്ങളാണ് നാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഹൈഡ്രജൻ മേഖലയിലും നമ്മുടെ ഇടപെടൽ നടക്കുന്നുണ്ട്. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വ്യാവസായിക വളർച്ച കേരളത്തിൽ വലിയ തോതിൽ വ്യവസായം വളരില്ല എന്നൊരു കണക്കൂട്ടലായിരുന്നു പൊതുവെ ഉണ്ടായിരുന്നത്. അതിന് മാറ്റം സൃഷ്ടിക്കാനായി 2016 മുതൽ കേരളത്തിൻ്റെ വ്യാവസായിക രംഗത്തിന് പുരോഗതി ഉണ്ടാക്കാനും വ്യവസായ സ്ഥാപനങ്ങളെ ആകർഷിക്കാനുമുള്ള പ്രവർത്തനങ്ങളാണ് നാം നടത്തി വന്നത്. നേരത്തെ 12% വ്യാവസായിക വളർച്ച. ഇപ്പോഴത് 17% ഉയർത്താൻ നമുക്ക് കഴിഞ്ഞു. മാനുഫാക്ചറിങ് സെക്ടറിൽ 2016 9.8% മാത്രമാണ് നാം സംഭാവന ചെയ്തിരുന്നത്. ഇപ്പോഴത് 14% ഉയർത്താൻ കഴിഞ്ഞു. നമ്മുടെ സംസ്ഥാനം നിക്ഷേപ സൗഹൃദമാക്കി മാറ്റുക. കാരണം പുതിയ വ്യവസായങ്ങളെ നമുക്ക് ആകർഷിക്കണം, പുതിയ സ്ഥാപനങ്ങൾ വരണം. അപ്പോൾ കേരളം എന്നത് നിക്ഷേപത്തിന് പറ്റിയൊരു നാടാണ് എന്നൊരു പൊതു അന്തരീക്ഷം സൃഷ്ടിക്കണം. അതിനുള്ള ശ്രമമാണ് 2016 മുതൽ നാം നടത്തിയത്. അതിൻ്റെ ഭാഗമായി ഒട്ടേറെ നിയമങ്ങൾ, ചട്ടങ്ങൾ ഭേദഗതി ചെയ്യേണ്ടി വന്നു. മാത്രമല്ല, ഒരു പ്രത്യേക മാനസിക നില വിവിധ തലങ്ങളിലുണ്ടായിരുന്നു. ആ മാനസിക നില മാറ്റി ആരോഗ്യകരമായ സമീപനം സ്വീകരിക്കുന്നതിനുള്ള വിവിധ തലങ്ങളിലുള്ള ഇടപെടലുണ്ടായി. ഇതിൻ്റെയെല്ലാം ഭാഗമായി മാറ്റം പൊതുവിൽ ദൃശ്യമായി. അതാണ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ അതിൻ്റെ റാങ്കിങ്ങിൽ ടോപ്പ് അച്ചീവിങ് പദവി നമുക്ക് ലഭിച്ചത്. ഇപ്പോൾ നിക്ഷേപ സൗഹൃദമെന്ന നിലക്ക് രാജ്യത്ത് നമ്പർ 1 സംസ്ഥാനമായി കേരളം മാറിയിരിക്കുന്നു. ഇവിടെയാണ് സംരംഭക വർഷം പദ്ധതിയുടെ പ്രത്യേകത ആലോചിക്കേണ്ടത്. ഇപ്പോൾ രാജ്യത്തെ MSME മേഖലയിലെ ബെസ്റ്റ് പ്രാക്ടീസ് അതാണ് ഈ പുതിയ സംരംഭങ്ങൾ
എന്നാണ് കേന്ദ്ര സർക്കാർ വിലയിരുത്തിയത്. ഈ മാർച്ച് വരെ എടുത്താൽ 3.5 ലക്ഷത്തിലധികം സംരംഭങ്ങളാണ് ഉണ്ടായത്. 23,000 കോടിയുടെ നിക്ഷേപം, 7.5 ലക്ഷത്തിലധികം തൊഴിലവസരങ്ങൾ, ഇതെല്ലാം നമുക്ക് യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കൊച്ചിയിൽ നിക്ഷേപ സംഗമം നടന്നപ്പോൾ 1.5 ലക്ഷം കോടിയുടെ താൽപ്പര്യപത്രം, നിക്ഷേപ കാര്യത്തിലുള്ള താൽപ്പര്യപത്രമാണ് ഒപ്പുവെച്ചത്. ഈ കാര്യത്തിൽ ഈ ഓഫറുകൾ യാഥാർത്ഥ്യമാക്കുന്നതിനുള്ള ഒരു ഫാസ്റ്റ് ട്രാക്ക് സംവിധാനം നമ്മൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. സിംഗിൾ വിൻഡോ ക്ലിയറൻസിന് വേണ്ടിയുള്ള K-SWIFT എന്ന സംവിധാനം ഇപ്പോൾ പ്രാവർത്തികമായി കഴിഞ്ഞു. വ്യവസായ സ്ഥാപനങ്ങളിൽ പരിശോധന നടത്താനുള്ള ഓൺലൈൻ സംവിധാനമാണ് KSIS. ധാരാളം പരാതികൾ ഇത്തരം പരിശോധനകളെ പറ്റി വരാറുണ്ട്. അതുകൂടി കണക്കിലെടുത്താണ് ഇതുപോലൊരു പരിപാടി നാം നിശ്ചയിച്ചത്. ഇപ്പോൾ കഴിഞ്ഞ 9 വർഷമെടുത്താൽ എയർബസ് പോലുള്ള, നിസാൻ പോലുള്ള ബഹുരാഷ്ട്ര കമ്പനികൾ നമ്മുടെ സംസ്ഥാനത്തേക്ക് വന്നിട്ടുണ്ട്.